വീണ്ടും ഒരു കുറ്റകൃത്യ വാർത്ത. തിരുവനന്തപുരം വഞ്ചിയൂരിൽ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച സംഭവത്തിൽ ബാർ അസോസിയേഷനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. അടികൊണ്ട, മർദ്ദനമേറ്റ, മുഖത്ത് കവിളത്ത് അടിയുടെ ചോരപ്പാടുള്ള യുവ അഭിഭാഷകയായ ശ്യാമിലി. കൂടെയുള്ളവർ തനിക്കെതിരെ അപവാദ പ്രചാരണങ്ങൾ നടത്തുകയാണ് എന്നാണ് ശ്യാമിലി ജസ്റ്റിൻ പറയുന്നത്. കാര്യമറിയാതെ പോലും തനിക്കെതിരെ പല കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. അഭിഭാഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച ശബ്ദ സന്ദേശത്തിലാണ് പരാതിക്കാരിയുടെ ഈ വിമർശനം. അതേസമയം പ്രതി ബെയിലിൻ ദാസിന്റെ ജാമ്യ ഹർജി ഈ മാസം 19-ന് പരിഗണിക്കാനായി മാറ്റിവെച്ചു. സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച കേസിൽ ബാർ അസോസിയേഷനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പരാതിക്കാരി ശ്യാമിലി ജസ്റ്റിൻ ഉന്നയിക്കുന്നത്. തനിക്കെതിരെ സഹപ്രവർത്തകർ തന്നെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നുവെന്നാണ് ആക്ഷേപം. തന്റെ സഹപ്രവർത്തകർ തന്റെ ഒപ്പം ഇല്ലെന്നും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നുമാണ് പരാതിക്കാരുടെ ആരോപണം. ബാർ അസോസിയേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ശ്യാമിലിയുടെ ആരോപണം. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും, എന്റെ സുഹൃത്തുക്കൾ എന്റെ കൂടെ നിൽക്കും. പക്ഷെ അങ്ങനെയല്ല എന്ന് ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി. ഈ ബാർ അസോസിയേഷനിലുള്ള ചുരുക്കം എല്ലാവരെയും ഞാൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നില്ല. എന്റെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട്. അത് ഇപ്പോ എനിക്ക് മനസ്സിലായി. എന്റെ സഹപ്രവർത്തകർ എന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി. ഇതുവരെ ഞാൻ എന്റെ ബാർ അസോസിയേഷനെതിരായിട്ടോ നമ്മുടെ സെക്രട്ടറിക്കെതിരായിട്ടോ മനഃപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ട് യാതൊരു സത്യസന്ധമല്ലാത്ത യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോ സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല, കേരള ജനതയാണ് എന്റെ കൂടെ നിൽക്കുന്നത്. ഇരയായ തനിക്കെതിരെ പലതരത്തിലുള്ള കഥകളാണ് അഭിഭാഷക സമൂഹത്തിനിടയിൽ പ്രചരിക്കുന്നതെന്നും തെളിവുകൾ തന്റെ മുഖത്ത് തന്നെ വ്യക്തമാണെന്നും അഭിഭാഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. അതേസമയം കേസിൽ പ്രതി ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി തിങ്കളാഴ്ച പറയും. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് പിന്നാലെയാണ് കേസ് മാറ്റിവെച്ചത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.